വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ 2024-25 ചോദ്യങ്ങളുടെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സെക്ഷൻ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടർന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് അടക്കം പഠിച്ചിരിക്കണം കേട്ടോ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. നമ്മുടെ മിൽമയുടെ ഫുൾ ഫോമാണിത്. മിൽമ എന്നറിയപ്പെടുമെങ്കിലും കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നതാണ് അവരുടെ ഫുൾ നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഡേറ്റ് പഠിച്ചു വെക്കണം. 21/4/1980 കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരിക. 21/4/1980 കറക്റ്റ്. ഇവിടെ ഡേറ്റ് തന്നിട്ടില്ല, മന്തും ഇയറും മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 21/4/1980 എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ രണ്ടാമത്തെ ഫേസിലാണ് എന്ത് മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. 21/4/1980 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആസ്ഥാനമായിട്ട് വരുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫുൾ ഫോം പഠിക്കണം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 21 ഏപ്രിൽ 1980 ട്രിവാൻഡ്രമാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് വരിക? അത് നമ്മുടെ കേരളത്തിൽ മുഴുവനാണ്. കേരളം മുഴുവനാണ്, ഓൾ കേരളയാണ് ഏരിയ ഓഫ് ഓപ്പറേഷനായിട്ട് വരിക. പിന്നെ ഇതൊരു അപ്പെക്സ് ഫെഡറേഷൻ ആണെന്ന് അറിയാം. കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഫെഡറേഷനാണത്. അപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണെന്ന് പറയാം അല്ലേ, മിൽമേനെ. അതൊരു ഫെഡറേഷനാണ്. മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഒരു ഫെഡറേഷനാണെന്ന് പറയാം. ഓക്കെ, പ്രധാനമായിട്ട് റീജിയണൽ ഓഫീസസ് എവിടേക്കാണ് വരുന്നത്? ട്രിവാൻഡ്രത്തുണ്ട്, കോഴിക്കോട്. മലബാർ റീജിയനിൽ കോഴിക്കോടാണ് അവർക്ക് ആസ്ഥാനം വരുന്നത്. നമ്മുടെ കൊച്ചിയിലും വരുന്നുണ്ട് കേട്ടോ. റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ കൊച്ചിയിലും ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാലിൻ്റെ പിന്നെ മേന്മ, നാടിൻ്റെ നന്മ, പിന്നെ കേരളം കണ്ടുവരുന്ന നന്മ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പരസ്യത്തിൽ കാണുന്നതാണ് അല്ലേ. ഓക്കെ, അതുമാത്രമല്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മിഷൻ ഉള്ളൊരു കോട്ടാണ് ഫാർമേഴ്സ് പ്രോസ്പെറിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഫാർമേഴ്സ് പ്രോസ്പെറിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നത് നമ്മുടെ മിൽമയുടെ ഒരു മിഷനായിട്ടാണ് അവർ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. എസ് നാഗരാജനാണ് ഫസ്റ്റ് ചെയർമാൻ. ഇദ്ദേഹം തന്നെയാണ് ഈ മിൽമ എന്ന് പറഞ്ഞ ഈ ഒരു പേരുണ്ടല്ലോ അത് കോയിൻ ചെയ്തു കൊടുത്തതും ആരാണ്? നാഗരാജനാണ് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് പേരിലാണ് അറിയപ്പെടുക? മാനേജിങ് ഡയറക്ടർ എന്ന പേരിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം പിന്നെ നോക്കേണ്ടത് പ്രോഡക്ട്സ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മിൽമയുടെ പ്രോഡക്ട്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. റിഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് മിൽമയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഗോമതി റിച്ച് എന്ന് പറഞ്ഞ കാറ്റിൽ ഫീഡ് ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽമയാണ്. ചോക്കോബൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ചോക്കോബൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത നമ്മുടെ മിൽക്കി ബാർ പോലത്തെ ഒരു മിഠായിയാണ് കേട്ടോ ചോക്കോബൈറ്റ്. സമൃദ്ധി ഗീ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. മിൽമയുടെ ഡിലൈറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. സോ എല്ലാ പ്രോഡക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഒന്നും കൂടി പറയാം. റിഫ്രഷ് ഉണ്ട്, അതൊരു ഫ്രൂട്ട് ജ്യൂസാണ്. പിന്നെ ഗോമതി റിച്ച് ഉണ്ട്, അതൊരു കാറ്റിൽ ഫീഡാണ്. ചോക്കോബൈറ്റ് ഉണ്ട്, അതൊരു നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് ആണ്. സമൃദ്ധി ഗീ, മിൽമയുടെ ഡിലൈറ്റ് പ്ലസ്, ഇത്രയും പ്രോഡക്ട്സാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ കണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രജിസ്ട്രാർ ഉണ്ട്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. 2 നോമിനീസ് ഉണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. അത് ഒരെണ്ണം നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റേത് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് വരിക. NDDB നിന്നും 2 നോമിനികളെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് പറഞ്ഞയക്കും. ഓക്കെ, പിന്നെ MD ആണ്, നമ്മൾ പറഞ്ഞ മാനേജിങ് ഡയറക്ടറാണ് ഇവിടെ എക്സ് ഒഫീഷ്യോ ആവുന്നത് ഫെഡറേഷൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ക്ഷീര സന്ദേശമാണ് അവരുടെ മാഗസിൻ. മിൽമ പബ്ലിഷ് ചെയ്യുന്നത് സന്ദേശമാണ്. പിന്നെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയാനുള്ളത്, അവർക്കൊരു സെൻട്രൽ പ്രോഡക്ട്സ് ഡയറി ഉണ്ട്, ആലപ്പുഴയിലാണ്. പിന്നെ അതുപോലെ തന്നെ പട്ടണക്കാടും
മലമ്പുഴയിലും അവർക്ക് മിൽമയ്ക്ക് 2 കാറ്റിൽ ഫീഡ്സ് ഫാക്ടറീസ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിൽമയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പഠിക്കണം. ഫാർമേഴ്സ് പ്രോസ്പെറിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് നാഗരാജനെ ഓർക്കുക, പേര് കോയിൻ ചെയ്തെടുത്തത് അദ്ദേഹമാണ്. ആരായിരുന്നു അദ്ദേഹം? ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 21/4/1980 ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് ട്രിവാൻഡ്രമാണ്. സെക്കൻഡ് ഫേസിൽ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ സെക്കൻഡ് ഫേസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ വോൾ കേരളയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, പിന്നെ കൊട്ടേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണാറുള്ളത് മിൽമയെ ബന്ധപ്പെട്ടിട്ട്. ഒരുപാട് കാര്യങ്ങൾ മിൽമയെ ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1979 വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ആലപ്പുഴ. ആലപ്പുഴ ആസ്ഥാനമാക്കിയിട്ട് 1979 ആലപ്പുഴ ആസ്ഥാനമാക്കിയിട്ട് 1979 തുടങ്ങിയ സ്ഥാപനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആലപ്പുഴ ആസ്ഥാനമാക്കിയിട്ട് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, മാർക്കറ്റ് എന്തെങ്കിലും ആലപ്പുഴയിലുണ്ടോ? ഇല്ല. കൺസ്യൂമർ ഫെഡ് ഉണ്ടോ? ഇല്ല. കയർ ഫെഡ് ഉണ്ടോ? ഉണ്ട് അല്ലേ. കയറുമായിട്ടാണ് നമുക്ക് ആലപ്പുഴ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക. സോ അതുകൊണ്ട് കയർ ഫെഡാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. കയർ ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1979 വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ആലപ്പുഴ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫെഡുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം കവർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ കയർ ഫെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കയർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1979 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും 27/10 കേട്ടോ. ഒക്ടോബർ 27 കറക്റ്റ് ഡേറ്റ് പഠിക്കുകയാണെങ്കിൽ. എന്താണ്? ഒക്ടോബർ 27. നേരത്തെ മിൽമയുടെ ഡേറ്റ് എന്തായിരുന്നു? ഓർമ്മയുണ്ട? മറന്നുപോയാ? ഏപ്രിൽ 21, 1980 കേട്ടോ. ഇവിടെ 1979 തൊട്ട് മുന്നത്തെ വർഷം അല്ലേ. കയറ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? മിൽമ വരുന്നത്. 1979 കയറ് ഉണ്ടാക്കുന്നത്. പിന്നെ തൊട്ട് വർഷമാണ് മിൽമ വരുന്നത് കേട്ടോ. 1979 ഇത് ഒക്ടോബർ 27 ഒക്ടോബർ 27 ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴയാണ്. ഓക്കെ, ആദ്യം അതായത് ഫസ്റ്റ് 4 പിന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റീസായിട്ട് ചെതറി കിടന്നിരുന്ന എല്ലാവരും കൂടി അമാൾഗമേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കയർ ഫെഡ് രൂപീകരിച്ചത് കേട്ടോ. ആലപ്പുഴയിലും കൊല്ലത്തും എറണാകുളത്തും കോഴിക്കോടുമൊക്കെ ചെതറി കിടന്നിരുന്ന സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ എല്ലാം കൂടി അമാൾഗമേറ്റ് ചെയ്തിട്ടാണ് ഈ കയർ ഫെഡ് രൂപീകരിക്കുന്നത്. സോ 2 ടയറിലാണ് ഈ കയർ ഫെഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കയർ ഫെഡിൽ ആരായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുക? പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ. അതാണ് 2 ടയർ എന്ന് പറഞ്ഞാൽ. മുകളിൽ കയർ ഫെഡും താഴെ പ്രൈമറി ആയിട്ടുള്ള അവരുടെ സൊസൈറ്റീസും, പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് താഴെ വരിക. അപ്പോൾ ആലപ്പുഴയാണ് കയർ ക്യാപിറ്റൽ എന്ന അറിയപ്പെടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. NCDC ആണ് ഇവർക്ക് പ്രധാനമായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കയർ ഫെഡിന് നമ്മൾ ഓഡിറ്റ് ഫീസ് പറയുകയാണെങ്കിൽ ഹാഫാണ് കൊടുക്കുക. പക്ഷേ കയർ ഫെഡ് ഹാഫ് ഓഡിറ്റ് ഫീസ് അടയ്ക്കണം കേട്ടോ. കയർ ഫെഡ് പകുതി ഓഡിറ്റ് ഫീസ് അടയ്ക്കണം. പിന്നെ അവർക്ക് ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്. അത് ഈ മറ്റേ ബെഡുകൾ, അങ്ങനത്തെ മാട്രസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ കയർ വ്യവസായം എന്നതാണ് കേട്ടോ അവരുടെ മന്ത്ലി ജേർണൽ വരുന്നത്. കയർ വ്യവസായം എന്നിട്ടുള്ളൊരു മന്ത്ലി ജേർണലാണ്. അപ്പോൾ മന്ത്ലി ജേർണൽ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കണം, കയർ വ്യവസായം എന്നതാണ് മന്ത്ലി ജേർണൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഡിസ്ട്രസ് പർച്ചേസ് സ്കീംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലേ. ഡിസ്ട്രസ് പർച്ചേസ് സ്കീം ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഈ കയർ ഫെഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കയർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ട്രസ് പർച്ചേസ് സ്കീം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കയറിനെ കുറിച്ച്. പിന്നെ കയർ ബോർഡ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കയർ ബോർഡും ഇമ്പോർട്ടൻ്റ് ആണ്. 1954 ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കയർ കോർപ്പറേഷൻ ഉണ്ട് കേട്ടോ. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കയർ കോർപ്പറേഷൻ ഉണ്ട്. അത് 1969 അതിൻ്റെ ആസ്ഥാനം ആലപ്പുഴ തന്നെയാണ് വരുന്നത് കേട്ടോ. അവരുടെ ഒരു ട്രേഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമാണ് കയർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. കയർ ക്രാഫ്റ്റ് ആരുടെ ബ്രാൻഡ് നെയിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനാണ് കേട്ടോ. ഓക്കെ, കേരള സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ ആരെയൊക്കെ പറഞ്ഞു? നമ്മൾ കയർ ഫെഡ് പറഞ്ഞു, പിന്നെ കയർ ബോർഡ് പറഞ്ഞു. കയർ ബോർഡ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ കയർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കയർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ കീഴിലായിരിക്കും? കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. പിന്നെ കയർ ഫെഡ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും അത് ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. മറ്റേത് അങ്ങനെയല്ല,
മറ്റേത് ഗവൺമെൻറ് ലെവലിൽ നിൽക്കുന്നതാണ്. കയർ ക്രാഫ്റ്റ് എന്നാണ് ഇവരുടെ ബ്രാൻഡ് നെയിം വരുന്നത്, ഇവരുടെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഈ ഭാഗം കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. പിന്നെ ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോക്കോ ഫെറോ കുറേ സാധനങ്ങളുണ്ട്. കോക്കോ പ്ലസ്, കോക്കോ ഫെർട്ട് അതൊരു ഫെർട്ടിലൈസറാണ്. കോക്കോ ജിയോ ഫാബ്രിക്, പിന്നെ ഡസ്റ്റ് ഔട്ട്, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കോക്കോ പോട്ട്, അതായത് നമ്മുടെ ചെടികളൊക്കെ പ്ലാന്റുകളൊക്കെ ഉള്ള ഗ്രോ ബാഗില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡീപ്പ് സ്ലീപ്പിനുള്ള മാട്രസ് പോലത്തെ ചകിരിയുടെമായി ബന്ധപ്പെട്ടിട്ടുള്ള മാട്രസ്സാണ് അവർക്ക് പ്രധാനമുള്ളത്. പിന്നെ വേറെയും കയറുൽപ്പന്നങ്ങളുണ്ടല്ലോ, അതെല്ലാം ആ ഫീൽഡെല്ലാം കയർ ഫെഡിലുണ്ട് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലേ? ഓക്കെ. കൺസ്യൂമർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമർ ഫെഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളും പഠിച്ചിട്ട് പോവുക. 1965 അല്ലേ? ഇതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 1965 പ്രധാനപ്പെട്ട വർഷം വരുന്നത്. എറണാകുളത്ത് ഗാന്ധിനഗറിലാണ് അവരുടെ വരുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യം നിങ്ങൾ കൺസ്യൂമർ ഫെഡിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നീതി സ്റ്റോർ, നന്മ സ്റ്റോർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, ആ ഭാഗമൊക്കെ പഠിക്കണം കേട്ടോ. ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ കൺസ്യൂമർ പ്രോഗ്രാം, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങിയ 1997 അത് കേട്ടോ. പിന്നെ LPG ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. കുറച്ച് സുനീതി ഗ്യാസ് എന്ന പേരിൽ 2007 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. നീതി സ്റ്റോർ ഏതായിരുന്നു വർഷം? നീതി സ്റ്റോർ നന്മ സ്റ്റോറാണ് 2012 കേട്ടോ. അപ്പോൾ നീതി സ്റ്റോർ, അതുപോലെ തന്നെ ത്രിവേണിയുടെ സൂപ്പർ മാർക്കറ്റുകളിലെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ, ഇതൊക്കെ നമ്മുടെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കണം. കൺസ്യൂമർ ഫെഡുമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ ഓർത്ത് വയ്ക്കാൻ. പ്രിയ അംബർല, അത് തൃശ്ശൂർ ആസ്ഥാനമായിട്ട് ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. കൺസ്യൂമർ ഫെഡിൻ്റെ പ്രോഡക്റ്റാണ്. ത്രിവേണി നോട്ട്ബുക്ക് നമുക്ക് ചെറുപ്പത്തിലേ തൊട്ട് അറിയണതാണ്. കുന്നംകുളത്താണ് അവർക്ക് ഒരു ഗോഡൗൺ വരുന്നത് കേട്ടോ. തൃശ്ശൂർ കുന്നംകുളത്ത് ഒരു ഗോഡൗൺ വരുന്നുണ്ട് ത്രിവേണി നോട്ട്ബുക്കിന്. അങ്ങനെ പിന്നെ ഈ ത്രിവേണി ബിസിനസ് സെൻറ്റേഴ്സ്, ഈ കൺസ്യൂമർ ഫെഡ് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അവർ ജനതാ സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലുമുണ്ട്. ഓക്കെ. DWCS ചെറുതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളില്ലേ, അപ്പോൾ അതൊക്കെ ഈ ഒരു കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് ആണ് കൈറ ഡിസ്ട്രിക്റ്റിലെ. സാധാരണ അതാണ് ചോദിക്കാറ് അല്ലേ, ഏതാണ് ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് എന്നാണ് ചോദിച്ചു കാണാറ്. അപ്പോൾ നമ്മൾ കൈറ എന്ന് എഴുതും, അല്ലെങ്കിൽ നമുക്ക് ഖത്ര എന്ന് മാറി പോകാറുണ്ട്. അപ്പോൾ കൈറയും ഖത്രയും തമ്മിൽ നമ്മൾ മാറിപ്പോയിരുന്നു കേട്ടോ. കൈറ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൈറ രജിസ്റ്റർ ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കൈറയുടെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ കൈറേനെ മാത്രമാണ് ചോദിക്കാറ്. അപ്പോൾ വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാ എഴുതുക? 1946 വർഷം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട്. December 14 കേട്ടോ. December 14, 1946 ഈ ഒരു കൈറയുടെ വർഷം. കൈറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വർഷം December 14, 1946 ആനന്ദിലാണ് കേട്ടോ. ഗുജറാത്തിലെ ആനന്ദിലാണ്. വലിയൊരു റവല്യൂഷൻ, ഡയറി ഇൻഡസ്ട്രിയിലെ വലിയൊരു റവല്യൂഷൻ്റെ തുടക്കമായിരുന്നു അതെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഖത്ര നോക്കേണ്ടത് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ഖത്ര. അതാണ് 1913 വരുന്നത് കേട്ടോ. ഇത് 1946 വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഖത്ര. അത് 1913. അത് ഉത്തർപ്രദേശിലാണ്, അലഹബാദിലാണ് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ ആനന്ദിൽ, കൈറ ആനന്ദിൽ. ഇത് അമൂൽ തന്നെയാണത്. ഇപ്പം അമൂൽ തന്നെയാണ്. കൈറ ഡിസ്ട്രിക്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ ഈ ഒരു പ്രോഡക്ട്സ് ഏത് ട്രേഡ് നെയിമിൻ്റെ കീഴിലാണ്? അമൂൽ എന്ന ട്രേഡ് നെയിമിൻ്റെ കീഴിലാണ് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമൂലിൻ്റെ തന്നെയാണ് കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അതിൻ്റെ വർഷമാണ് December 14, 1946. പക്ഷേ ആദ്യം ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഖത്രയുടെ വർഷം 1913 കേട്ടോ. അത് അലഹബാദ് ഉത്തർപ്രദേശാണ്. ഇത് ആനന്ദ് ഗുജറാത്താണ്. രണ്ടും അത്യാവശ്യം വ്യത്യാസമുണ്ട്, വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്, സ്ഥലങ്ങളുടെ വ്യത്യാസമുണ്ട്. സോ അത് രണ്ടും നിങ്ങൾ ഓർത്ത് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് നമുക്കറിയാം. കാഷ്യൂ
കൊല്ലത്താണ് കേട്ടോ. കണ്ണൂർ, കൊല്ലം, ട്രിവാൻഡ്രം, കാസർഗോഡ് കൊടുത്തിട്ടുണ്ട്. കൊല്ലത്താണ്. അപ്പം നമ്മുടെ മോഡൽ എക്സാമിൻ്റെ കാര്യം ആരും മറക്കരുത്. മോഡൽ എക്സാം വർക്കൗട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ള ആൾക്കാർ 20 സെറ്റ് മോഡൽ എക്സാം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ 100 രൂപയാണ് കേട്ടോ. 20 സെറ്റ് പ്രാക്ടീസ് ചെയ്യുക, പ്ലസ് PDF ഉണ്ട് അവിടെ. ജസ്റ്റ് നിങ്ങൾക്ക് തെറ്റിയത് ഏതൊക്കെയാണെന്ന് നോക്കി വായിച്ച് പഠിക്കുക. പിന്നെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള വോയിസ് ക്ലാസ് പ്ലസ് PDF, ഇതുപോലെ PDF. അപ്പോൾ അതുണ്ട്. വോയിസ് ക്ലാസ് ആണ് കേട്ടോ. ഇതുപോലെ പ്രസൻറ്റ് ചെയ്യല്ല, വോയിസ് ക്ലാസ്സും തരും, അതുപോലെ തന്നെ PDFും തരും. അപ്പോൾ അത് ഏകദേശം ഫുള്ളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം കുറച്ചും കൂടി എടുക്കാനുള്ളൂ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനലിൻ്റെ ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. വാട്സപ്പ് അയച്ച് ചോദിക്കുക, എന്നിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സാണ് കൊല്ലം. അപ്പം ഓർത്തറിയാം, ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ വന്നു. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് തന്നെ ചോദിച്ചിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വിച്ച് സെക്ഷൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് ഡിക്ലെയർഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. അതിപ്പോൾ അടുത്ത് വന്നതാണ് കേട്ടോ. ഹൈക്കോർട്ട് ഓഫ് കേരള ഏത് സെക്ഷനാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിലയിരുത്തിയത് എന്നാണ് ചോദ്യം. സെക്ഷൻ 6 ആണോ 7 ആണോ, 7-1 C ആണോ, സെക്ഷൻ 8A ആണോ എന്നാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമായിരുന്നു. നമ്മുടെ 7 എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ 7 പറയുന്നത്. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7-1 C-നെയാണ് ഈ ഒരു ഹൈക്കോർട്ട് ഓഫ് കേരള എന്ത് പറഞ്ഞത്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിരക്കാത്തതാണെന്നാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എതിരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. 7-1 C ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 7-1 എന്താണെന്ന് നോക്കണം. 7-1 എന്താണെന്ന് നോക്കിയതിന് ശേഷം 7-1 C നോക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. 7-1 C ആണ് പറഞ്ഞിട്ടുള്ളത്. 7-1 C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് കേട്ടോ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് നമ്മുടെ കേരള ഹൈക്കോർട്ട് വിലയിരുത്തിയ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കാണാത്ത ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്താലോ, വിച്ച് സെക്ഷൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് ഡിക്ലെയർഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-1 C ആണ്. 7-1 C എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല എന്ന്, ഒരു സൊസൈറ്റി മറ്റേ സൊസൈറ്റിയും തമ്മിലുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് അത് കേട്ടോ. ഓക്കെ. അടുത്തത്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത് ആരാണെന്നാണ്. റിവ്യൂ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണോ, RBI ആണോ, സുപ്രീം കോടതിയാണോ, അതോ നബാർഡാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഉത്തരമായിട്ട് വരിക, നിങ്ങൾക്ക് അറിയണതാണല്ലോ, RBI ആണ് കേട്ടോ. അടുത്തത്, ടു ക്രിയേറ്റ് സസ്റ്റൈനബിൾ സൊസൈറ്റീസ് ആൻഡ് ബെഞ്ച് മാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ടിംഗ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ ഈസ് ദ മിഷൻ ഓഫ്. ആരുടെ മിഷനാണെന്നാണ്. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കേരള ബാങ്ക് ആണോ, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണോ, ULCCS ആണോ, റെപ്കോ ആണോ. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ടിങ് സോഷ്യോ അത് കാണുമ്പോൾ തന്നെ, ബെഞ്ച് മാർക്ക് ഇൻഫ്രാസ്ട്രക്ചറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ULCCS എന്നറിയപ്പെടുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ULCCS നോക്കാത്ത ആൾക്കാരാണ് ക്ലാസ് കാണണമെങ്കിൽ വേഗം പോയിട്ട് ULCCS നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ചോദിക്കും. ULCCS ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കടന്നു വരുന്ന ഭാഗമാണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവർക്ക് പ്രിയപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ അനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട്. സോ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. അടുത്തത്, ദ ലാസ്റ്റ് അമെൻമെൻറ്റ് മേഡ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പബ്ലിഷ് ചെയ്ത ഗസറ്റാണ്. ലാസ്റ്റ് അമെൻമെൻറ്റ് ഡേറ്റുകൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ ഒരു ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ലാസ്റ്റ് അമെൻഡ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ അമെൻമെൻറ്റ് വന്ന ഡേറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാവും അമെൻമെൻറ്റ് ഡേറ്റ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കി വയ്ക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടെ ഉത്തരം വരുന്നത് 3/8/2023 കേട്ടോ.
3/8/2023 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ലാസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ എന്നാ വന്നത് 3/8/2023 ലാസ്റ്റ് അമെൻമെൻറ്റ് വന്നത്. അടുത്തത് ഹു ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്ക് ആരാണ് കസ്റ്റോഡിയൻ? പ്രസിഡൻ്റ് ആണോ, സെക്രട്ടറി ആണോ, എനി ബോർഡ് മെമ്പർ ഓതറൈസ്ഡ് ബൈ ദ ബോർഡാണോ, എ സീനിയർ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംശയമൊന്നുമില്ല അല്ലേ, മിനിറ്റ്സ് കയ്യിൽ വെക്കേണ്ടത് ആരാണ്, ആരുടെ അണ്ടറിലായിരിക്കും? സെക്രട്ടറിയുടെ അണ്ടറിലായിരിക്കും. സോ സെക്രട്ടറിയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അടുത്തത് ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് ഇൻ 1913. ആ ക്വസ്റ്റ്യൻ വീണ്ടും വന്നു അല്ലേ. അലഹബാദിൽ നമ്മൾ പറഞ്ഞതാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അലഹബാദിലെ കാര്യവും പറഞ്ഞു നമ്മൾ. ഖൈറയും ഖത്രയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ. ഈ അലഹബാദിലുള്ളത് ഏതാണ്? ഖത്രയാണ്, മറ്റത് ഖൈറയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയതാണ്. 1913 അലഹബാദിലുള്ളത് വർക്ക് ചെയ്യണ കാര്യം നമ്മൾ പറഞ്ഞതാണ്. സോ ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ആദ്യം വന്നിട്ടുള്ളത്. പിന്നെ അലഹബാദ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ സാധാരണ ലോക്കലായിട്ട് പ്രൈമറി ആയിട്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി അലഹബാദ് അല്ല, ഖത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി, അതാണ് ഉത്തരം കേട്ടോ. ഓക്കെ. അപ്പോൾ ഖത്രയുടെ പ്രത്യേകത പറഞ്ഞത് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യ ആണ് കേട്ടോ. 1913 അലഹബാദ് ഉത്തർപ്രദേശ് ഖത്ര മിൽക്ക് സൊസൈറ്റി. അത്രയെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്തത് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഷുവർട്ടി ലോൺസ് ഹാവിങ് ഓവർ ഡ്യൂ ആയി 3 years ആയി ആൻഡ് അബോവ്, 3 വർഷം അതിൽ കൂടുതലായി. ഷാൾ ബി ഓഫ് ദ ഓവർ ഡ്യൂ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആസ് പെർ സർക്കുലർ നമ്പർ 2007 പ്രകാരം രജിസ്ട്രാർ സർക്കുലർ പ്രകാരം എത്ര പ്രൊവിഷൻ മാറ്റി വെക്കണം എന്നാണ്. ഓവർ ഡ്യൂ ആയതല്ലേ, 3 years കഴിഞ്ഞ് ഓവർ ഡ്യൂ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുവർട്ടി ലോൺസാണ്. ലോൺസ് ഹാവിങ് ഓവർ ഡ്യൂ ഓഫ് 3 years ആൻഡ് എബോവിന് എത്രയാണ് പ്രൊവിഷൻ വയ്ക്കേണ്ടത്? എത്രയായിരിക്കും? 100% ആണോ, 7% ആണോ, 50% ആണോ, 30% ആണോ? അപ്പോൾ ഇവിടെ എത്ര വയ്ക്കുക? 100% ആണ് വയ്ക്കുക കേട്ടോ. ഓക്കെ, 100% ആണ് ഉത്തരമായിട്ട് വരിക. അടുത്തത് അത്യാവശ്യം പറയാനുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ലോയുടെ ഭാഗമാണ്, കുറച്ച് നമ്മൾ കേൾക്കാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫണ്ട് ഷാൾ ബി ക്രെഡിറ്റഡ് ടു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് വിത്തിൻ 3 months ഫ്രം ദ എക്സ്പയറി ഓഫ് ദ സെഡ് പീരിയഡ് ഓഫ് 10 years. എന്താ സംഭവം പറഞ്ഞിട്ടുള്ളത്? ഈ ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം 3 മാസം കഴിഞ്ഞിട്ട്, അല്ലെ വിത്തിൻ 3 months, 3 മാസത്തിനുള്ളിൽ എന്നാണ് പറഞ്ഞത്. എന്ന് തൊട്ട് ഫ്രം ദ എക്സ്പയറി ഓഫ് ദ സെഡ് പീരിയഡ് ഓഫ്, ഈ 10 വർഷം കഴിഞ്ഞത് തൊട്ടുള്ള 3 മാസത്തിനുള്ളിൽ ഇതെന്ത് ചെയ്യണം? എവിടെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഇൻ ദ ക്രെഡിറ്റ് ഓഫ് എനി അക്കൗണ്ട് വിച്ച് ഹാസ് നോട്ട് ബീൻ ഓപ്പറേറ്റഡ് അപ്പോൺ ഫോർ എ പീരിയഡ് ഓഫ് 10 years. 10 വർഷമായിട്ട് ഓപ്പറേഷൻ ഒന്നുമില്ലാത്ത അക്കൗണ്ടിലുള്ള എമൗണ്ടുകൾ അവിടെ ക്രെഡിറ്റ് ചെയ്യണം. എവിടെ ക്രെഡിറ്റ് ചെയ്യണം? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് എനി മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് റിമൈൻഡ് അൺക്ലെയിംഡ് ഫോർ മോർ ദാൻ 10 years. നമുക്കറിയാം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വർഷം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള 10 വർഷത്തിൽ കൂടുതൽ, അല്ലേ, 10 വർഷമല്ലോ അതിൽ കൂടുതലോ കിടക്കുന്ന, 10 വർഷമായി ഇതുവരെ അവകാശികളൊന്നുമില്ല, ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, അതൊരു ഇനോപ്പറേറ്റീവ് കാറ്റഗറിയിൽ, ഡോർമെൻറ്റ് കാറ്റഗറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഡോർമെൻ്റ് ആയി എന്ന് മെസ്സേജൊക്കെ കൊടുത്തു, പക്ഷെ ആരും KYC പുതുക്കാനൊന്നും വന്നില്ല. അങ്ങനെ 10 വർഷം കഴിഞ്ഞു. അതിപ്പോൾ FDs ആയിക്കോട്ടെ, നോർമൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, കറണ്ട് അക്കൗണ്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും വാട്ടവർ എന്തായാലും. അപ്പോൾ അത് നേരെ നമ്മൾ പറഞ്ഞു RBIയുടെ കീഴിലുള്ള ഫണ്ടിലേക്കാണ് മാറ്റുക. ഇവിടെ ഇത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യമാണ് പറയണത്. സോ എനി മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് റിമൈൻഡ് അൺക്ലെയിംഡ് ആയിട്ടുണ്ടെങ്കിൽ എവിടേക്ക് മാറ്റും? നമ്മുടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിലേക്ക് മാറ്റും എന്നാണ് ഓപ്ഷനിൽ പറയണത്. ഇനി എനി ഡിവിഡൻഡ് റിമൈൻഡ്, എന്തെങ്കിലും ഡിവിഡൻഡ് കിടക്കുന്നുണ്ട്, അൺക്ലെയിംഡ് ഫോർ മോർ ദാൻ, ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് കിടക്കുന്നുണ്ട്, അതും 10 വർഷം കഴിഞ്ഞതാണെങ്കിൽ അത് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ജനറൽ ബോഡിയാണ്. സൊസൈറ്റിയുടെ ജനറൽ ബോഡിയാണ് അത് തീരുമാനിക്കേണ്ടത്, അത് അൺക്ലെയിംഡ് ആണോ അല്ലയോ എന്ന്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിലേക്ക് മാറ്റും. എത്ര നാൾക്കൊക്കെയാണ് മാറ്റുക? ഈ ഒരു പീരിയഡ് 10 വർഷം കഴിഞ്ഞ് 3 monthsനുള്ളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 3 കണ്ടീഷൻസും പറഞ്ഞു. ഈ 3 കണ്ടീഷൻസും
ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ദ എമൗണ്ട് ടു ദ ക്രെഡിറ്റ് ഓഫ് എനി അക്കൗണ്ട് വിത്ത് എ സൊസൈറ്റി വിച്ച് ഹാസ് നോട്ട് ബീൻ ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ അപ്പോൺ ഫോർ എ പീരിയഡ് ഓഫ് 10 years ഓർ എനി മെച്യൂർ ടേം ഡെപ്പോസിറ്റ് ഓർ, ഇത് ലോയിൽ പറയുന്നില്ല കേട്ടോ, നമ്മുടെ സെക്ഷനിലോ റൂളിലോ അല്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് പുതുതായിട്ട് വന്ന ഓർഡറിലാണ് പറയണത്. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ പ്രസൻ്റ്ലി ഉള്ളൊരു മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റുകൾ, അതുപോലെ എനി എമൗണ്ട് റിമൈൻഡ് അൺക്ലെയിംഡ് ആയി കിടന്നിട്ടുണ്ട് മോർ ദാൻ 10 years ആയി, അപ്പോൾ ദർ ഷാൾ ബി ക്രെഡിറ്റഡ് ടു ഫണ്ട് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ബാങ്കിൽ വെച്ചിട്ട് ഇരിക്കാതെ അവർ അത് ക്രെഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാരഗ്രാഫ് ഷാൾ പ്രിവെൻറ്റ്, ഒരു ഡെപ്പോസിറ്റർ അല്ലെങ്കിൽ ഓർ എനി അതർ ക്ലെയിമൻറ്റ് വരികയാണ് ടു ക്ലെയിം ഹിസ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് എമൗണ്ട് ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട് ഓർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിത്ത് ദ സൊസൈറ്റി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നല്ല, അങ്ങനൊരു പ്രൊവിഷൻ ഇല്ല, കൊടുക്കാം. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ സെഡ് പീരിയഡ് 10 years ആൻഡ് സച്ച് സൊസൈറ്റി ഷാൾ ബി, അവരുടെ ലൈബിളാണ് അല്ലെ ടു റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ് കേട്ടോ. മറ്റേത് നമ്മൾ 3% ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്, RBI ആണ് തീരുമാനിക്കുക. ഇവിടെ പറയുന്നത് രജിസ്ട്രാറാണ് തീരുമാനിക്കുക എന്നാണ്. സോ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഇതും അതേപോലെ തന്നെയാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ബാങ്ക്സ് വർ പ്രിസ്ക്രൈബ്ഡ് ബൈ എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഗസ്റ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആരാണ് നടത്തുക? നമ്മുടെ കോപ്പറേറ്റീവിനെ സംബന്ധിച്ച് നമ്മൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണോ, നബാർഡാണോ, RBI ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? അപ്പോൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? അവർ ഉത്തരം കൊടുത്തിട്ടുള്ളത് CSEBയുടെ ആൻസർ കീ RBI ആണ് കേട്ടോ. CSEBയുടെ ആൻസർ കീ എന്താണ്? RBI ആണ്. അപ്പോൾ CSEBയുടെ ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കിടാം. CSEBയുടെ ആൻസർ കീ എന്താണ്? RBI ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? CSEBയുടെ ആൻസർ കീ RBI ആണ്. അതിന് കാരണവും ഞാൻ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഓഡിറ്റ് ആണ് അല്ലേ. വി ഷുഡ് ബി ക്യാരിഡ് ഔട്ട് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ റിസർവ് ബാങ്ക് ഫ്രം ടൈം ടു ടൈം. രണ്ടാളെയും പറയുന്നുണ്ട്. എന്നാൽ ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ, ഈ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് കേട്ടോ. ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ UCBs ആൻഡ് ഡിസ്ട്രിക്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ആരൊക്കെയാണ്? UCBസിനും അതുപോലെ ഡിസ്ട്രിക്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അവരും, അതായത് നമ്മുടെ DCB പോലത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒരു ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. പക്ഷേ ബാക്കിയുള്ളത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. അത് അവരുടെ സർക്കുലറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സർക്കുലർ ഡേറ്റഡ് നമ്പറാണ്. സോ അപ്പോൾ ഈ സർക്കുലറിൽ ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഉത്തരം കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉത്തരം കൊടുത്തിട്ടുള്ളത് RBI ആണ് കേട്ടോ. സോ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാട്ടോ. ഓക്കെ, അതിനാണ് നമ്മൾ ഇത് CSEB ആൻസർ കീ ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ പക്ഷേ നമ്മൾ രജിസ്ട്രാറൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്ട്രാറിനെ ഓർത്ത് വെക്കുക കേട്ടോ. പക്ഷേ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഓഫ് UCB ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും RBI ആണ് തീരുമാനിക്കുന്നത്. ബാക്കി കണ്ടീഷൻസിലാണ് രജിസ്ട്രാർ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺവേർട്ട് ഷോർട്ട് ടേം ലോൺസ് ടു മീഡിയം ടേം ലോൺസ് ആക്കി കൊടുക്കുക, കൺവേർട്ട് മീഡിയം ടേം ലോൺസ് ടു ലോങ് ടേം ലോൺ ആക്കുക, കൺവേർട്ട് ഷോർട്ട് ടേം ലോൺസ് ടു ലോങ് ടേം ലോൺ ആക്കുക, നൺ ഓഫ് ദി എബോവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കൊടുക്കുമ്പം എന്താണ്, ഇപ്പം അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നീട്ടി കൊടുക്കാറുണ്ട്. അതാണ് പറയുന്നത് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ആ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുന്നു. എന്ത്? ഷോർട്ട് ടേം ലോൺസിനെ മീഡിയം ടേം ലോൺസ് ആക്കി മാറ്റാനാണ് അവരത് ഉപയോഗിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്, കട്ടിയുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അല്ലേ.
അപ്പോൾ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്താണ്? കൺവേർട്ട് ഷോർട്ട് ടേം ലോണിനെ മീഡിയം ടേം ലോൺ ആക്കി കൊടുക്കുക. മീഡിയം ആണ് കേട്ടോ, ഒറ്റയടിക്ക് ലോങ് ടേം ആക്കി കൊടുക്കില്ല, മീഡിയം ആണ് ആക്കുക. ഓക്കെ, അതാണ് പറയുന്നത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ പർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പെഷ്യൽ ബാഡഡ് റിസർവ് ആണ്. സ്പെഷ്യൽ ബാഡഡ് റിസർവ് ഫോർ ഹെൽപ്പിംഗ് ദ വീക്കർ സെക്ഷൻ വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വേണ്ട കേട്ടോ, കറക്റ്റ്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? തേർഡാണ് കേട്ടോ, തേർഡാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. ഓക്കെ, തേർഡ്. ഒന്നുകൂടി പറയാം, സ്പെഷ്യൽ ബാഡഡ് റിസർവ്. സ്പെഷ്യൽ ബാഡഡ് റിസർവ് ഫോർ ഹെൽപ്പിംഗ് ദ വീക്കർ സെക്ഷൻസ് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് സർട്ടിഫിക്കേഷൻ ഓഫ് ബാഡറ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ഏത് റൂളുമായി ബന്ധപ്പെട്ടാണ്? 63 ആണോ 62 ആണോ സെക്ഷൻ 62 ആണോ നൺ ഓഫ് ദി എബോവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാഡറ്റ് സർട്ടിഫൈ ചെയ്യുന്ന റൂൾ ഏതാണെന്നാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ബാഡറ്റ് സർട്ടിഫൈ ചെയ്യുന്നത് റൂൾ 62 കേട്ടോ. സോ നമ്മൾ അത്ര പെട്ടെന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നില്ല നമുക്ക് കാണുമ്പോൾ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് റൂൾ 62 റൈറ്റിംഗ് ഓഫ് ബാഡറ്റ്സ് ആൻഡ് ലോസസ് എന്നാണ് അതിൻ്റെ ഹെഡിങ് പറയുന്നത്. റൈറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, ബാഡറ്റും ലോസസൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ആർക്കാണ് അതിൻ്റെ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ അധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ചെയ്യുന്നത് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് ദ സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ് കേട്ടോ. രണ്ടാളെ ഓർത്തു വയ്ക്കണം. സെക്ഷൻ 63 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഡ്യൂസ് ഇൻക്ലൂഡിങ് ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഫൗണ്ട് ഇറിക്കവറബിളി ലോസ്റ്റായി, തിരിച്ചു കിട്ടാനാവാത്ത വിധം ലോസ്റ്റ് ആയിട്ടുണ്ട്, അപ്പോഴാണ് ഡ്യൂലി സർട്ടിഫൈഡ് ആസ് സച്ച് ബൈ ദ ഓഡിറ്റർ അപ്പോയിൻറ്റ്. അവർ ഡ്യൂലി സർട്ടിഫൈ ചെയ്യണം. സെക്ഷൻ 63 പ്രകാരമാണ് ഡ്യൂലി എന്ത് ചെയ്യുന്നത്? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യുന്നത്. അതിനുശേഷം മേ ബി റിട്ടേൺ ഓഫ് ചെയ്യുന്നത് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് ദ സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ്. ഇവിടെ റൂളാണ് ചോദിച്ചിട്ടുള്ളത്. റൂൾ 62 ബാഡറ്റ് സർട്ടിഫൈ ചെയ്യുന്നതിന് കാര്യം പറയുന്നത് കേട്ടോ. കൂടാതെ ഫിനാൻസ് ബാങ്കിൻ്റെ ഒപ്പീനിയൻ കൂടി അവർ ഒബ്റ്റെയിൻ ചെയ്യണം. ബിഫോർ സാങ്ഷനിങ് റൈറ്റ് ഓഫ് അക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒപ്പീനിയൻ ഓഫ് ദ ഫിനാൻസ് ബാങ്ക് മേ ബി ഒബ്റ്റൈൻഡ് ഇഫ് ദ സൊസൈറ്റി ഈസ് ഇൻഡെറ്റഡ് ടു ഫിനാൻസിങ് ബാങ്ക്. ഏത് ഫിനാൻസിങ് ബാങ്കിൻ്റെ കീഴിലാണുള്ളത് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഒപ്പീനിയൻ വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് റൂൾ 62 കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ടഫായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അത്യാവശ്യം നല്ല നിലവാരമുള്ള എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ വളരെ വെറൈറ്റിയും ട്രിക്കി ആയിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കാനൊരു ശ്രമം നടത്തി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോഴേ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ. പുതിയ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ഓരോ ടോപ്പിക്കായി കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിക്കുക. എക്സാം അടുത്തു എന്നറിയാം, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നോക്കാൻ സമയമൊക്കെ ഉണ്ട്. ഒരു 15-ാം തീയതിക്ക് ശേഷം പിന്നെ നിങ്ങൾ നന്നായി റിവിഷനിൽ മുഴുകുക. അറിയാത്ത ടോപ്പിക്സൊക്കെ സിലബസ് വന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് തപ്പി പഠിക്കുക കേട്ടോ. ഓക്കെ, കണ്ടൻറ്റുകൾ നന്നായി റിവൈസ് ചെയ്ത് ഉറപ്പിച്ച് പോവുക കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്ര സെക്ഷനേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്